ഹര ഹരോ ഹര. വൈശാഖം ശ്രീമുരുക ഭക്തജന സംഘം എന്ന് പറയുന്ന മുരുക ഭക്തരുടെ കൂട്ടായ്മ ഈ വരുന്ന ജൂൺ മാസം 6-ാം തീയതി വെള്ളിയാഴ്ച മുതൽ 15-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിലായി സ്കന്ദപുരാണ നവാഹ യജ്ഞം നടത്തുന്നുണ്ട്. സ്കന്ദപുരാണം എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ ഏറ്റവും വലുതാണ് സ്കന്ദപുരാണം. 81,000 ശ്ലോകങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ അറിവിൻ്റെ ഭണ്ഡാകാരമാണത്. നിഗൂഢമായിട്ടുള്ള പല അറിവുകളും ശാസ്ത്രങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന പുരാണമാണത്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ മഹത്വം വിവരിക്കുന്ന പുരാണമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ആ സ്കന്ദപുരാണ നവാഹത്തിൻ്റെ മുന്നോടിയായി നടക്കുന്ന 2 പരിപാടികളിലൊന്നാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഒന്ന് പതാക ദിനം. ഭഗവാന്റെ പതാക, വേല്, മയില്, കോഴി, സൂര്യൻ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പതാക ഇന്നിവിടെ ഉയർത്തപ്പെട്ടു. ഇതോടുകൂടി നവാഹയജ്ഞത്തിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇതോടനുബന്ധിച്ച് മുരുക സന്ദേശം വീടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കും. അതുകൂടാതെ മെയ് 31 തീയതികളിലായിട്ട്, ജൂൺ 1 തീയതികളിലായിട്ട്, ശനി ഞായർ തീയതികളിലായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പഴനിമലയിൽ നിന്ന് പ്രത്യേകം പൂജിച്ച വേലുമായിക്കൊണ്ട് വേൽ യാത്ര നടത്തുന്നുണ്ട്. ആ വേൽ യാത്രയിലൂടെ ഭഗവാന്റെ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുരുകക്ഷേത്രങ്ങളിലെല്ലാം അത് വലിയ സ്വീകരണത്തോടുകൂടി ആ വേൽയാത്ര അവിടെ എത്തും. വേൽയാത്ര എത്തുന്ന സമയത്ത് അവിടെ വിശേഷപ്പെട്ട ചെറുപയർ പറ, അതുപോലെ തന്നെ മഞ്ഞൾപ്പറ, നെൽപ്പറ ഇത് നിറയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കും. അതുകൂടാതെ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ചരട് ജപിച്ചത്, വേല്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രസാദമായിട്ട് നൽകും. അതുകൂടാണ്ട് അത് തൃപ്പൂണിത്തുറയിൽ നിന്ന് മെയ് 31-ാം തീയതി രാവിലെ ആരംഭിച്ച് കോതാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ദേവസേനാ നായക ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ചിറക്കകം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, തോന്നികാവ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, തലക്കാട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നിവയിലെല്ലാം അനുഗ്രഹം വാങ്ങിയതിന് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ശ്രീ ഗൗരീശ്വരം ചെറായി ഗൗരീശ്വര ക്ഷേത്രത്തിൽ സമാപിക്കും. പിറ്റേ ദിവസം രാവിലെ മൂത്തകുന്നത്തുനിന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ മൂത്തകുന്നം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഈ യാത്ര ആരംഭിച്ച് ചക്കുമരശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, എളന്തിക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, ചെങ്ങമനാട് മുനിക്കൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇവയെല്ലാം പോയി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി അതിനുശേഷം മന്നം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വൈകുന്നേരം സമാപിക്കും. ഈ വേലയാത്ര കഴിഞ്ഞാൽ സ്കന്ദപുരാണത്തിൻ്റെ പാരായണം ജൂൺ 6-ാം തീയതിയാണ് ആരംഭിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പുരാണ പാരായണം, വിശേഷപ്പെട്ട പൂജകൾ, ഹോമങ്ങൾ, ലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകപ്പെട്ട പൂജകൾ, അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലായിട്ട് വിജ്ഞാന സദസ്സ്, ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കും.